അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇത് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ചായ എന്ന പേരുള്ളൊരു കടയാണ്. ഇതൊരു വീടിൻ്റെ മുൻവശം ചായക്കടയാക്കിയതാണെന്ന് തോന്നുന്നു. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതല്ല, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ചായ കടിയെല്ലാം അവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കും പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇടയ്ക്കൊന്ന് പോയി നോക്കുക. ഞാനിത് അവിടെ നിന്ന് കഴിച്ചൊരു പഴം നിറച്ചതേനു. ഇത് നമ്മൾ സാധാ പഴം നിറക്കും പോലെയല്ല, പഴം ചെത്തിയിട്ട് അത് പൊരിച്ചെടുത്തിട്ട് അതിനെ തേങ്ങപ്പണ്ടം വെച്ച് നിറക്കുക. നല്ല രസമുണ്ട്. ഞാൻ ആ ഒരു ഐറ്റം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പഴം പൊരിച്ചെടുക്കുക. ഒരു പഴം നാലായി മുറിച്ചിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങ പണ്ടം വറുക്കുക. വറുക്കുന്ന സമയത്ത് ഒരു ഏലക്കായും പിന്നെ നല്ല നെയ്യ് വേണം വറുത്തെടുക്കാൻ. ചൂടാറിയതിന് ശേഷം ഞാൻ ഈ തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓരോ പീസ് നമ്മൾ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് പഴം ഫില്ലിങ് വെച്ചെടുത്തിട്ട് നിറച്ചെടുക്കുക. പിന്നെ അത് അരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ അവിടുത്തെ ഒരു ജ്യൂസ് ഉണ്ട്, അത് ഒരു തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസാണ്, നല്ല അടിപൊളിയാണ്. ആ ജ്യൂസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല എല്ലാവരും പോയി നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആ കടേനെ പറ്റിയിട്ടുള്ളത്. എനിക്കിഷ്ടമായി. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ എല്ലാ സ്നാക്സും. അധികം എണ്ണയോ അല്ലെങ്കിൽ ഓവർ മധുരമോ ഒന്നുമില്ല. ഇനിയിപ്പം അപ്പക്കാരയിലോട്ട് ഉണ്ടാക്കൂലേ, അതൊന്നുമില്ല. എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കും പോലെ തന്നെ. എനിക്ക് അവിടുത്തെ ജ്യൂസാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. കടികളും ഒന്നൊന്നിനെ മെച്ചം. അവിടെയുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുറേ കടികളുണ്ട്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ അവിടുത്തെ കടി ഉണ്ടാക്കുന്നതാണ്. ഒറ്റ ഒരു പഴം ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും വൈകുന്നേരത്തെ സ്നാക്സായിട്ട് ചായക്കടിയായിട്ട് കഴിക്കുക. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചായയിൽ പോയിട്ട് ചായയും കടിയും കഴിക്കാൻ മറക്കല്ലേ. താങ്ക്